ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളൊക്കെ നമ്മുടെ പൂർവികര് ഭക്ഷണത്തില് പതിവായി ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടെന്താ അന്നൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളും കുറവായിരുന്നല്ലോ. വീട്ടിൽ പോയിട്ട് വരുമ്പം എനിക്ക് എപ്പോഴും ഉള്ളതാണ് കേട്ടോ. കാച്ചിലും ചേനയും ചേമ്പും ഒക്കെ വണ്ടിയിൽ കയറ്റി ഇങ്ങ് കൊണ്ടുവരും. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. എന്റെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. അതുകൊണ്ട് ഈ പ്രാവശ്യം രാജുവച്ചന്റെ കൃഷിയിൽ നിന്ന് ഒരു ഏത്തക്കായും രഘുവച്ചന്റെ കൃഷിയിൽ നിന്ന് കാച്ചിലും ചേനയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ രാവിലെ ഇന്ന് വിഭവസമൃദ്ധമായ പുഴുക്കാകാന്ന് വിചാരിച്ചു. ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ളൊരു പുഴുക്കാണ് കേട്ടോ ഈ കാച്ചില്. ചിലയിടങ്ങളിൽ ഇതിനെ കാവത്ത് എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നത് വെച്ചാൽ കമന്റ് ചെയ്യുക കേട്ടോ. ഈ കാച്ചിലില് വൈറ്റമിൻ സിയും പൊട്ടാസ്യവും അന്നജവും ഒക്കെ ധാരാളം ഉണ്ട്. മാത്രമല്ല ഈ കാച്ചിലിന് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്ന് പഠനങ്ങൾ പോലും പറയുന്നുണ്ട്. അതിന് കാരണം കാച്ചിലിലുള്ള ആന്തോസയാനിനുകൾ എന്ന ഒരുതരം പോളിഫിനൈൽ ആന്റി ഓക്സിഡന്റുകളാണ്. പതിവായി പോളിഫിനോൾ അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് വിവിധയിനം ക്യാൻസറുകൾ വരാനുള്ള സാധ്യത കുറയ്ക്കും. പോരാതെ രക്തസമ്മർദ്ദം, ഉദരാരോഗ്യത്തിന്, ആസ്മയ്ക്ക്, ഇൻസുലിന്റെ അഭാവം ഇതൊക്കെ ഈ കാച്ചിൽ കഴിക്കുന്നത് വളരെ ഗുണപ്രദമാണത്രേ. അപ്പൊ ഈ ഷുഗറിന്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ. എപ്പോഴും നിനക്ക് ഈ ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ ഉള്ളോന്ന് ചോദിക്കുന്ന എന്റെ ചേട്ടനിങ്ങ് വരട്ടെ. വൈകിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് പറഞ്ഞ് കേൾപ്പിച്ചിട്ടൊരു വിലസ് ഞാൻ. ചേമ്പും ചേനയൊക്കെ മാത്രം പോരാല്ലോ, അതിന്റെ കൂടെ കഴിക്കാൻ നല്ല ചമ്മന്തിയും വേണമല്ലോ. അപ്പൊ ഞാൻ കുറച്ച് കൊച്ചുള്ളിയും മുളക് പൊടിയും ഇച്ചിരി വാളംപുളിയും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് ഇടികല്ലിൽ ഇടിച്ച് ഒരു ചമ്മന്തി അങ്ങുണ്ടാക്കി. ഈ ഇടികല്ല് എനിക്ക് കൊല്ലത്ത് ആശ്രമ മൈതാനത്തിൽ ഒരു മേള നടക്കുന്ന സമയത്ത് ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു. അന്ന് സുമാമ എനിക്ക് ആ ആൾക്കൂട്ടത്തിനിടയ്ക്ക് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച അമ്മിക്കല്ലാണ് കേട്ടോ ഇത്. ഈ അമ്മിക്കല്ല് എപ്പോ എടുത്താലും ഞാൻ ആ സുമേമ്മ അന്ന് ആ തെല്ലിനിടയ്ക്ക് ഓടിപ്പോയി കണ്ടുപിടിച്ച അമ്മിക്കല്ല് എനിക്ക് എപ്പോഴോ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു കേട്ടോ. അമ്മ അത് ഓർത്ത് വെച്ചിരുന്ന് എനിക്ക് വാങ്ങിക്കാൻ അമ്മ എനിക്കത് ഓർത്ത് വെച്ചിരുന്ന് എനിക്ക് കണ്ടുപിടിച്ചു തന്നതാണ് കേട്ടോ ഇത്. അപ്പൊ എന്തായാലും അമ്മയോടേക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എനിക്കിത് വളരെ ഉപകാരപ്രദമാണ്. അല്ലാതെ ഒരു ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും മിക്സിയിലിട്ട് ചതച്ചോ അരച്ചോ എടുക്കാൻ ഭയങ്കര പാടായിരുന്നു. ഈ അമ്മിക്കല്ല് എന്തായാലും എനിക്കൊരു ഉപകാരമാണ്. ഇപ്പൊ രാവിലെ ചേട്ടൻ പോയപ്പോഴത്തേന് ഈ പുഴുക്കിന്റെ കാര്യം ഞാൻ ഓർത്തില്ല കേട്ടോ. അതുകൊണ്ട് എന്താ കേശുക്കുട്ടൻ ഇപ്പൊ എഴുന്നേറ്റ് വരും, ചേട്ടന് വൈകിട്ട് ഇത് കൊടുക്കാം. അപ്പൊ ഞാനും കേശുക്കുട്ടനും ഈ ഏത്തക്കായും കാച്ചിലും ഒക്കെ ഒന്ന് കഴിച്ചൊരു പിടി പിടിക്കട്ടെ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചൊന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഒരു മുടിയുടെ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 29,000 വ്യൂസ് ഉണ്ട് ആ ഒരു വീഡിയോയ്ക്ക് മാത്രം. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും